ഹായ് നമസ്കാരം. മാഡ് യുണൈറ്റഡ് ഫുട്ബോളിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലിവർപൂൾ വെസസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. നമുക്കറിയാം, മുറിവേറ്റ സിംഹം ലിവർപൂൾ, പിന്നെ പറന്നുയരാൻ ആഗ്രഹിക്കുന്ന ഫീനിക്സ് പക്ഷി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇവർ തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പോൾ ലിവർപൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 കളികൾ അടുപ്പിച്ച് തോറ്റിട്ട് നിൽക്കുന്ന ടീമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിലോ 2 കളി അടുപ്പിച്ചിട്ടൊരു കളി ജയിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ 2 ടീമും നിൽക്കുന്നത്. അപ്പോൾ അവർ തമ്മിലുള്ള പോരാട്ടം ലിവർപൂളിൻ്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള ആൻഫീൽഡിൽ നടക്കുവാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ലാസ്റ്റ് എവേ വിൻ അറ്റ് ആൻഫീൽഡ്, അതെന്ന് പറഞ്ഞാൽ ഏകദേശം 10 വർഷം മുമ്പ് നമ്മൾ 1-0 വിൻ, അന്ന് വെയിൻ റൂണി ആ ഗോൾ സ്കോർ ചെയ്തത്. അപ്പം ലാസ്റ്റ് വിൻ ഏകദേശം 10 വർഷത്തിന് മുമ്പായിരുന്നു. അപ്പോൾ ഇന്നത്തെ കളി, സൺഡേയിലെ കളി നോക്കിക്കഴിഞ്ഞിരുന്നാൽ എനിക്ക് തോന്നുന്നു ഒരു 3 കാര്യങ്ങൾ സംഭവിക്കാം. അതിൻ്റെ അകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മുറിവേറ്റ സിംഹം കയറി സംഹാര താണ്ഡവം ആടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. കാരണം ഓൾറെഡി അവർ 3 കളി തോറ്റിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്തായാലും ജയിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയാണ്. പിന്നെ അവരുടെ പ്രീമിയർ ലീഗിലെ അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ശത്രുക്കൾ, ഫിയേഴ്സ് റൈവൽ ആയിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയാണ് അവർക്ക് അവരുടെ തട്ടകത്തിൽ കിട്ടുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അവർ അതിൻ്റെ ഫുൾ മൂർത്തിഭാവങ്ങളും കാണിച്ചുകൊണ്ട് ഈ ഒരു ഗെയിമിലേക്ക് വരും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ലിവർപൂളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു വിൻ അങ്ങ് സ്നാച്ച് ചെയ്തെടുക്കുന്നു അവരുടെ കയ്യിൽ നിന്ന്. അതായിരിക്കാം രണ്ടാമത്തെ ഒരു സിനാറിയോ. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ 2 ടീമും തോൽക്കാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി കളിച്ച് ഒരു ഡിഫെൻസീവ് ഗെയിം കളിച്ചിട്ട് അവർ ഒരു 1-1 ഡ്രോ അല്ലെങ്കിൽ 0-0 ഒരു വിരസമായ സമനില എന്നുള്ള രീതിയിൽ അവർ കളി അവസാനിപ്പിക്കുന്നു. അപ്പം ഒരു 3 സാഹചര്യങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിൽ കാണാം ഈ ഒരു ഗെയിം വെച്ചിട്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ച് ഓർമ്മ വരുന്നത് നമ്മളെ പഴയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചിട്ടാണ്. കാരണം ഏതൊരു ഫോംലെസ് പ്ലെയർ, ഫോമിലില്ലാതെ ഔട്ട് ഓഫ് ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയർ ഇന്ത്യൻ ടീമിൻ്റെ കൂടെ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും ഫോം ആവും. അതിപ്പോൾ ഒരു ബാറ്റ്സ്മാൻ ആയാലും ബൗളർ ആയാലും. ഇപ്പം കുറേ കളികൾ അടുപ്പിച്ച് ഡക്കായിട്ട് നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാൻ വന്നിട്ട് ഇന്ത്യൻ ടീമുമായിട്ട് കളിക്കാൻ വരുമ്പോൾ ഉറപ്പായിട്ടൊരു സെഞ്ചുറി അടിക്കും. അല്ലെങ്കിൽ ഫോം ഔട്ടായിട്ട് നിൽക്കുന്ന ഒരു ബോളർ ഇന്ത്യൻ ടീമിൻ്റെ കൂടെ വന്നൊരു 5 വിക്കറ്റ് നേടും. പണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു അത്. അപ്പോൾ അതുപോലെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ പലപ്പോഴും പല ടീമുകൾക്കും അവർക്ക് ഉയർത്തെഴുന്നേപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൻഹാം, നമ്മൾ യൂറോപ്പ ഫൈനലിൽ ടോട്ടൻഹാമിന് അവരുടെ ചരിത്രത്തിൽ ആദ്യത്തെ കപ്പ് സമ്മാനിച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. പിന്നെ ഈ സീസൺ തുടങ്ങിയത് മുതൽ ഫസ്റ്റ് ഗെയിം ആർസണലിൻ്റെ ഒരു ടൈറ്റിൽ വിന്നിങ് സീസൺ ആകാൻ ചാൻസ് ഉള്ള ഈ സീസണിൽ തുടക്കം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടി. പിന്നെ നമ്മൾ കണ്ടു സിറ്റി ആയിട്ടുള്ള ഗെയിം, സിറ്റിയും ഇതേപോലെ അടുപ്പിച്ച് 2 ഗെയിം തോറ്റിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു സിറ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സിറ്റിയുടെ കൂടെ അപ്പോഴും പല ആൾക്കാരും പ്രെഡിക്റ്റ് ചെയ്തിരുന്നു സിറ്റി ഭയങ്കര ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇത് പറ്റിയ അവസരമാണ് എന്നുള്ള രീതിയിൽ പല ആൾക്കാരും കണ്ടു. പക്ഷേ നമ്മൾ ഗെയിം കണ്ടതാണ്, സിറ്റി യുണൈറ്റഡിനെ തറ പറ്റിച്ചിട്ടൊരു ഗെയിമായിരുന്നു അത്. അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും ലിവർപൂളിനെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ലിവർപൂൾ 3 ഗെയിമിൻ്റെ ലോസായിട്ട് നിൽക്കുമ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അല്ലെങ്കിൽ നമ്മുടെ ഫാൻസിന് എന്ന് പറഞ്ഞാൽ അത്ര വിശ്വാസമില്ല. കാരണം നമ്മൾ ടീം അങ്ങനെയാണ്, നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ച് പോകുന്ന ഗെയിംസിൻ്റെ അകത്തൊക്കെ നമ്മൾ തോൽവി ഏറ്റുവാങ്ങിയിട്ടുള്ളത് കൊണ്ട് ഇത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം എന്താ പറയുക, ലിവർപൂളിന് ജയിച്ചേ പറ്റൂ എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അവരത് മുഴുവനായിട്ട് നമ്മുടെ കൂടെ കാണിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ സംഭവിക്കാം. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആകുമ്പോൾ സംഭവിക്കാം. നമുക്ക് അറിയാം, ഫോർ എക്സാമ്പിൾ ഫ്ലോറിയൻ വിറ്റ്സ് വന്നിട്ട് കഴിഞ്ഞ 8-9 ഗെയിമായിട്ട് ഇതുവരെയ്ക്കും ഒരു അസിസ്റ്റ് നൽകിയിട്ടില്ല, ഒരു ഗോൾ സ്കോർ ചെയ്തിട്ടില്ല. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അടുത്ത് ആവുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ ആവുമ്പം നമുക്ക് അറിയാം ഇത് ആ ഒരു ജിങ്സ് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കൂടെ തന്നെയായിരിക്കും. ചിലപ്പം ഇന്നൊരു അസിസ്റ്റോ ഒരു ഗോളോ ഫ്ലോറിയൻ വിറ്റ്സിന് നേടാനായിട്ടുള്ള ഒരു സാധ്യതയും ഉണ്ട്. അപ്പം നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു ടീമിൻ്റെ ഒരു രീതി അറിയാവുന്നതുകൊണ്ട് അതും സംഭവിക്കാം. ഓക്കെ, പിന്നെ
ഈ ഗെയിമിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ ഞാൻ നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഗോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗെയിമായിരിക്കും ഇന്നത്തെ ഗെയിം. കാരണം നമുക്കറിയാം ഒരു ഗോൾ അടിച്ച് കഴിഞ്ഞു തീർന്നാൽ പിന്നെ ആ ഒരു ഗെയിമിൻ്റെ ഫുൾ ഫേസ് തന്നെ മാറുന്ന ഒരു അവസ്ഥ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ഗോളിന് പിന്നിൽ നിന്നിട്ട് തിരിച്ച് കയറി വരുന്നൊരു അവസ്ഥ നമ്മളിപ്പോൾ അടുത്തിടെയായിട്ട് അങ്ങനെ അധികം കാണുന്നില്ല. മുമ്പ് സർ അലക്സ് ഫെർഗ്യൂസനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ തിരിച്ചടിക്കും, അല്ലെങ്കിൽ ഫെർഗി ടൈമിൽ നമ്മൾ തിരിച്ചടിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് അന്നത്തെ കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെ ഇല്ല. എതിർ ടീം ഒരു ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് ചേസ് ചെയ്ത് അല്ലെങ്കിൽ അത് ഔട്ട് സ്കോർ ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ വളരെ വിരളമായിട്ട് നമ്മൾ ഈ ഇടയ്ക്ക് സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ഫസ്റ്റ് ഗോൾ വുഡ് ബി ഇമ്പോർട്ടൻറ്റ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അത് അടിക്കാൻ പറ്റുവാണെങ്കിൽ, അത് ആൻഫീൽഡിൽ അത് അടിക്കാൻ പറ്റുവാണെങ്കിൽ ദറ്റ് വുഡ് ബി റിയലി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ ഗെയിമിൽ ഏത് കോച്ചിനായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കുക? അത് ആർനെ സ്ലോട്ട് ആണോ അതോ അമറിം ആണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കമൻസിൻ്റെ അകത്ത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ലൈക്ക് ആർക്കായിരിക്കും കൂടുതൽ പ്രഷർ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൂടുതൽ പ്രഷർ ആർനെ സ്ലോട്ടിന് തന്നെയായിരിക്കും. കാരണം അടുപ്പിച്ച് 3 ഗെയിം തോറ്റിട്ട് നിൽക്കുന്നൊരു കോച്ചാണ്. അപ്പം അടുത്ത ഗെയിം ജയിക്കുക എന്നുള്ളത് ആർനെ സ്ലോട്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അമറിമിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഓണർ ജിം റാറ്റ്ക്ലിഫ് ആണെങ്കിലും പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ അമറിമിന് ഒരു 3 years കൊടുക്കാമെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ന് ഈ ഗെയിം ലിവർപൂളുമായിട്ട് നമ്മൾ ജയിക്കും എന്ന് പ്രതീക്ഷയുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് വളരെ കുറവ് തന്നെയാണ്. കൂടുതൽ ആൾക്കാരും ഇതൊരു സമനിലയോ അല്ലെങ്കിൽ നമ്മൾ തോൽവിയേറ്റ് വാങ്ങുമെന്നുള്ളൊരു ചിന്തയോടുകൂടി നിൽക്കുന്നതാണ്. അപ്പം ആ ഒരു കാര്യത്തിൽ ഈ ഗെയിമിൽ പ്രത്യേകിച്ച് അമറിമിന് കുറച്ചുകൂടെ പ്രഷർ കുറവായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സ്ലോട്ടിനായിരിക്കും കുറച്ചുകൂടെ പ്രഷർ ടു വിൻ ദിസ് ഗെയിം. പിന്നെ ലിവർപൂൾ ടീമിൻ്റെ വീക്ക്നെസ് ഭയങ്കര രീതിയിൽ എടുത്തു കാണിക്കുന്ന ഒരു സീസണാണിത്. നമ്മൾ അവർ ഓൾറെഡി സെക്കൻഡ് പ്ലേസിലാണെങ്കിൽ പോലും ആദ്യം മുതലുള്ള കളികളിൽ നമ്മൾ കണ്ടു അവർ ജയിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 80-85 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുള്ള രീതിയിൽ തിരിച്ചുവരവ് നടത്തിയിട്ടാണ് ജയിക്കുന്നത്. ടീമിൽ ഒത്തിരി വീക്ക്നെസ് ഉണ്ട്. അത് ലാസ്റ്റ് മിനിറ്റ് ഗോളുകളിലൂടെ അവരത് രക്ഷിക്കുകയാണ്, അല്ലെങ്കിൽ അത് മുഖം തേച്ച് മിനുക്കുകയാണ് ചെയ്തത്. പെയിൻറ്റിങ് ദ ക്രാക്സ് എന്നുള്ള രീതിയിൽ അവരത് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം ലിവർപൂൾ ടീമിൽ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയമാണ്. ടീം ഫോർമേഷൻ ആയാലും അല്ലെങ്കിൽ ടീമിലുള്ള ആൾക്കാരുടെ ഫോം ആയാലും എല്ലാം ഒരുമിച്ചുള്ള ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് മുഹമ്മദ് സല ടോപ്പ് ഫോമിലല്ല ഇപ്പോൾ ഉള്ളത്. ഓപ്പൺ പ്ലേയിൽ നിന്നും സാല ഗോൾ നേടുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വളരെ കുറവാണ്. അതിന് മുമ്പ് നമുക്കറിയാം സാല എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ബെസ്റ്റ് പ്ലെയറാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയേഴ്സ് ഇൻ ദി പ്രീമിയർ ലീഗ്. അപ്പം പ്രത്യേകിച്ച് ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ടൊക്കെ വരുമ്പോൾ കഥ മാറാം. നമുക്ക് ഓൾറെഡി അറിയാം സാല എപ്പോഴും യുണൈറ്റഡിൻ്റെ കൂടെ ഗോൾ അടിക്കാറുണ്ട്. അപ്പം ഈ ഒരു ടൈമിലും സാലയുടെ ഫോം ഒരു ചോദ്യചിഹ്നമാണ് ലിവർപൂൾ ടീമിനെ സംബന്ധിച്ചിടത്തോളം. ആ സെയിം സമയത്ത് ലെഫ്റ്റ് ബാക്ക് മിലോസ് കെർക്കേസും റൈറ്റ് ബാക്ക് ഫ്രിംപോങ്ങും ആണെങ്കിൽ പോലും അവർ അത്രയും നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് കാണിക്കുന്നില്ല. ഓക്കെ, കഴിഞ്ഞ സീസണിലൊക്കെ നമുക്കറിയാം ട്രെൻഡ് റൈറ്റ് സൈഡിലും ലെഫ്റ്റിൽ ആൻഡി റോബർട്ട്സൺ ഒക്കെ ആയിട്ട് കളിക്കുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ കളിക്കുകയും പ്രോപ്പറായിട്ടുള്ള ക്രോസുകൾ സ്ട്രൈക്കേഴ്സിന് ഇങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ആ ഒരു അവസ്ഥ ഇപ്പോൾ ഇപ്പോഴത്തെ പ്ലേയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കാണില്ല. അപ്പോൾ അത് തന്നെ അവരുടെ ടീമിന് ഭയങ്കര ഒരു വീക്ക്നെസ് തന്നെയാണ്. പിന്നെ അവരുടെ മിഡ്ഫീൽഡിൽ ഈ ഫ്ലോറിൻ വിർട്സ് വന്നതിന് ശേഷം അത് കുറച്ചൊന്ന് വീക്കായിട്ടുണ്ട്. കാരണം കഴിഞ്ഞ സീസണിൽ മെക്കാലിസ്റ്ററും ഗ്രാവൻബർച്ചും സബോസ്ലായി എല്ലാവരും കൂടെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ആ ടീമിൻ്റെ അകത്ത് വേർഡ്സ് വന്നിട്ട് അത് അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഗെയിം അവിടെ നടക്കുന്നില്ല. അപ്പോൾ അത് തന്നെ ഒരു ഇഷ്യൂ ആണ്. അപ്പം ഇന്നത്തെ ഗെയിമിൽ ലെഫ്റ്റിൽ അവർ ആൻഡി റോബർട്ട്സിനെ കൊണ്ടുവരുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം കെർക്കേസിൻ്റെ ഫോം സംബന്ധിച്ചിടത്തോളം. അപ്പം പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോബർട്ട്സൺ ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് സ്കോട്ട്ലൻഡിന് വേണ്ടി കളിച്ചപ്പോഴും അത്ര നല്ല ഫോമിലായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് കെർക്കേസ് തന്നെ ആയിരിക്കുമോ ഇന്ന് കളിക്കുക എന്നുള്ളത് നോക്കി കാണേണ്ടിയിരിക്കുന്നു.
അപ്പം അവരുടെ ടീം ആക്ച്വലി ഭയങ്കര വീക്കാണ്. പിന്നെ നമുക്കറിയാം എക്കിറ്റയ്ക്ക് വന്ന സമയത്ത് എക്കിറ്റയ്ക്ക് 3 ഗോൾസുമായിട്ട് ടോപ്പ് വൺ ഓഫ് ദ സ്കോറിങ് ഇതിൽ നിൽക്കുവാണ്, ഹാലൻഡ് ഒഴിച്ച്. ഹാലൻഡ് പിന്നെ വേറെ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുക, ഗോൾ സ്കോറിങ് ലീഗ് വേറെ. അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്നതിൻ്റെ അകത്ത് എക്കിറ്റയ്ക്ക് 3 ഗോൾസ് ഉണ്ട്. പിന്നെ എക്കിറ്റയ്ക്ക് കളിക്കുമോ അതോ അലക്സാണ്ടർ ഇസാക്ക് മെയിൻ ടീമിൽ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ടീമിൽ നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ടീമിൽ മസറാവി മിക്കവാറും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പോൾ ബാക്കിൽ എന്തായാലും പഴയ ബാക്ക് 3 തന്നെയായിരിക്കും. അതായത് ലെനി യോറോയും ഡിലിറ്റും ലുക്ക് ഷോയും തമ്മിലുള്ള അവർ ഉള്ള ബാക്ക് 3 തന്നെ ആയിരിക്കാനായിട്ടാണ് സാധ്യത. പിന്നെ എനിക്ക് തോന്നുന്നു റൈറ്റിൽ ഡാലോ വരും, ലെഫ്റ്റിൽ ഡോർഗുവും തന്നെ ആയിരിക്കും കളിക്കുന്നത്. പിന്നെ നമ്മുടെ മിഡ്ഫീൽഡിൽ കസമീറോ ആൻഡ് ബ്രൂണോ ആ പഴയ ഫോർമേഷൻ തന്നെ, അല്ലെങ്കിൽ പഴയ ഡബിൾ ടീം തന്നെ ആയിരിക്കും മിഡ്ഫീൽഡിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കറിയാം അമറിം ആക്ച്വലി ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ളൊരു കോച്ചാണ്. അപ്പം അത് കാരണം അയാൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസിൻ്റെ ഒരു വലിയൊരു ആശങ്ക തന്നെയാണ്. അപ്പം ഇവിടെയും കസമീറോ ആൻഡ് ബ്രൂണോ, കസമീറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കസമീറോ ഓൾറെഡി ഇപ്പം ഈ കഴിഞ്ഞ വീക്കിൽ ജപ്പാനെതിരായിട്ട് അവരുടെ കൺട്രിയിൽ ജപ്പാനിൽ ട്രാവൽ ചെയ്തിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ജെറ്റ് ലാഗിൻ്റെ ഇഷ്യൂസും അങ്ങനത്തെ കാരണം എന്തുമാത്രം മാച്ച് ഫിറ്റ് ആയിരിക്കുമെന്ന് നമുക്കറിയത്തില്ല. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ദാറ്റ്. പിന്നെ എന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂളിനെ തോൽപ്പിക്കാനായിട്ട് ഇതിൽ പലം ഒരു വലിയൊരു അവസരം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കിട്ടാനില്ല. ഓക്കെ, കാരണം നമുക്കറിയാം ഈ ഒരു ഗെയിം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരുമിച്ച് നല്ല രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 10 വർഷത്തോളം കാത്തിരുന്നിട്ട് ആൻഫീൽഡിൽ ഒരു വിജയം കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അത് തന്നെ നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ എൻ്റെ ഒരു നമ്മുടെ ഗെയിം പ്രഡിക്ഷൻ, ഓക്കെ, നിങ്ങളുടെയും ഗെയിം പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ചിരുന്നാൽ പ്ലീസ് ഡ്രോപ്പ് ഇറ്റ് ഇൻ ദ കമൻറ്റ്സ്. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഗെയിം പ്രഡിക്ഷൻ നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഞാൻ വിചാരിക്കുന്നു ഐ വിൽ ബി ഓക്കെ വിത്ത് 1-1 ഡ്രോ. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ഒരു ജയം എന്നുള്ള രീതിയിൽ അത് വലിയ പ്രതീക്ഷയില്ല. എന്നിരുന്നാൽ പോലും ഒരു 1-1 ഡ്രോ ഓക്കെ ആയിരിക്കും. ഞാനത് ഐ വിൽ ബി ഓക്കെ വിത്ത് 1-1 ഡ്രോ. അപ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, എന്തായിരിക്കും നമ്മുടെ സ്കോർ പ്രഡിക്ഷൻ എന്നുള്ളത് എഴുതി അറിയിക്കുക, പുട്ട് ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് അമറിം 2 കളി അടുപ്പിച്ച് ജയിക്കാനായിട്ടുള്ള സാധ്യത ഇതൊരിക്കലും അത് സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ടൈം എവർ ക്യാൻ അമറിം ഗെറ്റ് എ ബാക്ക് ടു ബാക്ക് വിൻ, അതും ആൻഫീൽഡ് എന്നുള്ള നമ്മുടെ റൈവൽ സ്റ്റേഡിയത്തിൽ വെച്ച് അത് ലഭിച്ചാൽ ഓക്കെ, അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ സീസണിന് ഉണ്ടാക്കാൻ പോകുന്ന ബൂസ്റ്റ് അത് ചെറുതല്ല. ഓക്കെ, സോ ഡ്രോപ്പ് ഇറ്റ് ഇൻ യുവർ കമൻറ്റ്സ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ മാച്ചിനെ കുറിച്ചിട്ടുള്ളത്? വാട്ട് ഡു യു തിങ്ക്? എന്തായിരിക്കും പ്രഡിക്ഷൻസ് ആൻഡ് നമ്മുടെ ഗെയിമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ? പ്ലീസ് ഡ്രോപ്പ് ഇറ്റ് ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡ്രോപ്പ് സബ്സ്ക്രിപ്ഷൻ, ലൈക്ക് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ സോ ദാറ്റ് യു ഗെറ്റ് all the updates about Manchester United. Okay, because നിങ്ങൾക്ക് അറിയാം ഈ ഒരു നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള എഫേർട്ട് ലൈക്ക് ഇറ്റ്സ് റിയലി ബിഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഹോംവർക്കും അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എഫേർട്ടിന് വേണ്ടിയിട്ട് കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു our channel. Yeah, thank you so much. Let's wait and watch for the game on Sunday. Bye.